ഹായ്, സ്റ്റെപ്പ് ഫോറിയുടെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലെ റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോറാണ്. 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ സിംഗിൾ ഫേസ് മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലായിരുന്നു നിർത്തിയിരുന്നത്. അതിലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ആദ്യം നമുക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ഷണലി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ തന്നെയാണ്. അതിന് ജനറലി നമുക്ക് ബ്രോഡ് 3 പാർട്ടുകളുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് സ്റ്റേറ്ററാണ്. സ്റ്റേറ്ററിലെ 3 സബ് പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്റ്റേറ്റർ ഫ്രെയിം, 2 stator core, and 3rd stator winding. സെക്കൻഡ് എന്ന് പറയുന്നത് റോട്ടോറാണ്. ആൻഡ് തേർഡ് ഒരു പാർട്ടും കൂടി അതിലുണ്ട്. 3 ഫേസ് മെഷീനിലാണെങ്കിൽ സ്റ്റേറ്ററും റോട്ടറും ആയിരുന്നു. അതേപോലെ അതിൽ സ്റ്റേറ്റർ കോറും വൈൻഡിങ്ങും ഫ്രെയിമും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഇല്ലാത്ത ഒരു പാർട്ടും കൂടി ഉണ്ട്. ഇത് സെൻട്രിഫ്യൂഗൽ സ്വിച്ചാണ്. ഓക്കെ, സ്റ്റേറ്റർ ഫ്രെയിം എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കോറിനെയും വൈൻഡിങ്ങിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. അതേപോലെ ഇതിന് സ്റ്റേറ്റർ കോർ ഫ്രെയിമിനെ ഹോൾഡ് ചെയ്യുക. അതൊക്കെയാണ് സ്റ്റേറ്റർ ഫ്രെയിമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ജനറലി അത് കാസ്റ്റ് അയൺ ബോഡിയാണ്. കാസ്റ്റ് ഫ്രെയിമിലാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ ഫ്രെയിം വരുന്നത്. ദെൻ സ്റ്റേറ്റർ കോർ എന്ന് പറയുന്നത് സിമിലർ ടു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ കോർ തന്നെയാണ്. അതിൽ സ്റ്റേറ്റർ കോറിൽ ആണ് സ്റ്റേറ്റർ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റേറ്റർ കോർ ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ സ്റ്റാമ്പിങ്സ് കൊണ്ടാണ് സ്റ്റേറ്റർ കോർ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഹൈ ക്വാളിറ്റി സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഡി കറന്റ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഇത് സ്റ്റാമ്പിങ്സ് ആയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റാമ്പിങ്സ് അടുക്കിയാണ് സ്റ്റേറ്റർ കോർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റേറ്റർ കോറിൻ്റെ ഇന്നർ പെരിഫറിയിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ലോട്ട്സിൻ്റെ ഉള്ളിലാണ് വൈൻഡിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റർ കോറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈൻഡിങ്സിനെ ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ പാത്തായിട്ട് വർക്ക് ചെയ്യുക. സ്റ്റേറ്റർ കോറിലൂടെയാണ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത്. സ്റ്റേറ്റർ കോറിൽ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ നെസസറി മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പാത്തായിട്ട് വർക്ക് ചെയ്യുക. അതാണ് സ്റ്റേറ്റർ കോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റർ കോർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലെ റെസിസ്റ്റൻസ് സ്പ്ലിറ്റ്, അതേപോലെ കപ്പാസിറ്റർ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ, ഈ കാറ്റഗറിയിലൊക്കെയാണ് ഇതേപോലെ ഉള്ള സ്റ്റേറ്റർ കൺസ്ട്രക്ഷൻ. നോൺ സാലിൻ്റ് ടൈപ്പ്. എന്നാൽ ഇൻഡക്ഷൻ മോട്ടോറിലെ മറ്റൊരു ക്ലാസിഫിക്കേഷനായ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിൽ സാലിൻ്റ് പോൾ കൺസ്ട്രക്ഷനാണുള്ളത്. അപ്പോൾ അത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ് ആണ്. സ്റ്റേറ്റർ വൈൻഡിങ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലാണെങ്കിൽ സ്റ്റേറ്ററിൽ 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള 3 ഫേസ് വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഉപയോഗിക്കുന്ന വൈൻഡിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്. ഇവിടെ 2 ടൈപ്പ് വൈൻഡിങ് ആണ്
ഇതിലുള്ളത്. അതിൽ ഒരു വൈൻഡിങ്ങിനെ റണ്ണിങ് ഓർ മെയിൻ വൈൻഡിങ് എന്ന് പറയും. മെയിൻ വൈൻഡിങ്. നെക്സ്റ്റ് ഒരു വൈൻഡിങ്ങിൻ്റെ അടുത്ത വൈൻഡിങ്ങിൻ്റെ പേര് സ്റ്റാർട്ടിങ് ഓർ ഓക്സിലറി വൈൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്സിലറി വൈൻഡിങ്. ഇനി നെക്സ്റ്റ് ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്താണ്, റണ്ണിങ് വൈൻഡിങ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്റ്റേജിൽ പറയുന്നതാണ്. ഇനി റോട്ടോർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് റോട്ടോർ കൺസ്ട്രക്ഷൻ. സ്ക്വിറൽ കേജ് റോട്ടോറാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ യൂസ് ചെയ്യുന്നത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സിമിലർ റോട്ടോർ തന്നെയാണ് ഇവിടെയും. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ലാമിനേറ്റഡ് അയൺ കോറിൽ സ്ലോട്ട്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടാവും. ഈ സ്ലോട്ട്സിൻ്റെ ഉള്ളിൽ അലുമിനിയം ഓർ കോപ്പർ ബാർ ആണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ ബാർസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബോത്ത് എൻഡുകളും ഷോർട്ട് സർക്യൂട്ടഡ് റിങ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇത് തന്നെയാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന് സെയിം റോട്ടർ തന്നെയാണ്. ഇവിടെ റോട്ടർ ബാർസായിട്ട് ഉപയോഗിക്കുന്നത് അധികവും അലുമിനിയം റോട്ടർ ബാറാണ്. കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം കോപ്പർ ബാർ അധികവും യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റേറ്ററിൽ 2 വൈൻഡിങ് പറഞ്ഞു, സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും. ഇതിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ് അതിൻ്റെ ഇനിഷ്യലി മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സപ്ലൈ കണക്ട് ചെയ്യുന്നത്. മെഷീൻ ഓണായി അറൗണ്ട് 70 to 80% സ്പീഡാവുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ പാർട്സുകൾ. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിലേക്ക് പോവാം. ഡിപ്ലോമ സിലബസിൽ ജസ്റ്റ് റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. ആ ഒരു ലെവലിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ 4th ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു സിംഗിൾ ഫേസ് വൈൻഡിങ്ങിലേക്ക് സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പൾസുവേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. ആ പൾസുവേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു ഇൻഡക്ഷൻ മോട്ടോറിനെ റൺ ചെയ്യിക്കാൻ സാധിക്കില്ല. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടോർ റൺ ചെയ്യണമെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. അതായത് പൾസുവേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഇനി സിംഗിൾ ഫേസ് സപ്ലൈ കണക്ട് ചെയ്ത് സിംഗിൾ വൈൻഡിങ്ങിലേക്ക് കൊടുത്ത് ആ സിംഗിൾ ഫേസ് സപ്ലൈ ഉപയോഗിച്ച് റോട്ടോർ റൺ ചെയ്യണമെങ്കിൽ ഇനിഷ്യലി അതിൻ്റെ റോട്ടോറിലൊരു മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ എക്സ്റ്റേണൽ മീൻസ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്താൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4th ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി സിംഗിൾ ഫേസ് സപ്ലൈയെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സിംഗിൾ ഫേസ് സപ്ലൈയിൽ നിന്ന് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ മിനിമം 2 ഫേസ് എങ്കിലും നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ 4th ക്ലാസ്സിൽ കണ്ടിരുന്നു. 2 ഫേസ് സപ്ലൈ കൊണ്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതും അതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് 5m ആണെന്നുള്ളതിൻ്റെയും പ്രൂഫ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇവിടെ ഒരു സിംഗിൾ ഫേസ് മെഷീനിൽ അതിൻ്റെ ഇൻറ്റേർണലി സർട്ടൻ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ട് സിംഗിൾ ഫേസ് സപ്ലൈയെ ടെമ്പററിലി 2 ഫേസ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സിംഗിൾ ഫേസിനെ 2 ഫേസ് സപ്ലൈ ആയിട്ട് മാറ്റുന്നത്. ആ ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിലെ ഒരു ടെക്നിക്കാണ് റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോർ. അതായത് വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് കൊണ്ട് റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് ഡിഫറൻസ് കൊണ്ട് സിംഗിൾ ഫേസിനെ ആർബിറ്റർലി ടെമ്പററിലി ഒരു 2 ഫേസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ റോട്ടോർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് റോട്ടോറാണ്.
നമ്മൾ 4th ക്ലാസ്സിൽ കണ്ടു, സിംഗിൾ ഫേസ് സപ്ലൈയെ 2 ഫേസ് സപ്ലൈ ആക്കി മാറ്റിയാൽ അതിൽ നിന്ന് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന്. ഒരു സിംഗിൾ ഫേസ് സപ്ലൈയെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതായത് ഒരു പ്യുവർ ഇൻഡക്ടർ വഴിയോ അല്ലെങ്കിൽ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് എഫക്റ്റിലോ പ്യുവർ കപ്പാസിറ്റീവ് എഫക്റ്റിലോ ഉണ്ടാകാവുന്ന മാക്സിമം ലാഗിങ് കറണ്ട് അല്ലെങ്കിൽ ലീഡിങ് കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെയും ഫേസ് ഷിഫ്റ്റിംഗ് നടത്തുന്നത്. അതായത് സിംഗിൾ ഫേസിനെ 2 ഫേസ് ആക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് ഒരു സിംഗിൾ ഫേസ് ക്വാണ്ടിറ്റിയാണ്. ഇനി അനദർ ഒരു ഫേസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ നമുക്ക് അടുത്തൊരു ഫേസ്, ഇത് ഫേസ് എയും ഇതിനെ ഫേസ് ബിയോ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഫേസ് എയുടെ മാക്സിമം വരുന്ന സമയത്തല്ല ഫേസ് ബിയുടെ മാക്സിമം വരുന്നത്. അതായത് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം മിനിമം വരുന്നത് വ്യത്യസ്ത ടൈമുകൾ ആണെങ്കിൽ അതിനെ 2 ഫേസുകളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതേപോലെ ഈ ഡിഫറൻറ്റ്, അതായത് ഒരു സിംഗിൾ ഫേസ് സപ്ലൈയെ അതിൽ നിന്ന് മറ്റൊരു ഫേസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഫേസിൻ്റെ മാക്സിമം മിനിമം വരുന്നത് ഈ ഫേസിൻ്റെ സെയിം ടൈമിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ജനറേറ്റ് ചെയ്യുകയാണ് ഈ കോയിലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റേറ്റർ വൈൻഡിങ്ങിന് 2 വൈൻഡിങ്സ് ഉണ്ടെന്ന്. ഈ വൈൻഡിങ്സിൻ്റെ പ്രത്യേകതയാണ് ഈ ഫേസ് സ്പ്ലിറ്റിങ്ങിന് കാരണമാകുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ 2 വൈൻഡിങ് ആണ്. ഇത് ഇലക്ട്രിക്കലി ആൻഡ് മെക്കാനിക്കലി 90 ഡിഗ്രി ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന വൈൻഡിങ് ആണ്. ഇതിൽ ഫസ്റ്റ് വൈൻഡിങ്ങിനെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓർ ഓക്സിലറി വൈൻഡിങ്. ഈ വൈൻഡിങ്ങിനെ സീരീസ് കണക്ട് ചെയ്തിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഈ വൈൻഡിങ്ങിനെ മെയിൻ വൈൻഡിങ് ഓർ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയും. ഈ വൈൻഡിങ് ത്രൂ ഔട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഫേസ്, ഇവിടെ ന്യൂട്രൽ. ഇനി ഈ വൈൻഡിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഹൈ റെസിസ്റ്റീവ് ആയിട്ടുള്ള വൈൻഡിങ് ആണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അതേപോലെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്ക് RS എന്ന് വിളിക്കാം. ഇത് മെയിൻ വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസിനെ XM RM. ഇവിടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റീവ് ആണ്. അതേപോലെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ലോ ഇൻഡക്റ്റീവ് ആണ്. അതേപോലെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഓർ മെയിൻ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റീവ് ആണ്, ഹൈലി ഇൻഡക്റ്റീവ് ആണ്. അതാണ് ഈ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഇതിൻ്റെ ഇൻഡക്റ്റീവ് റെസിസ്റ്റീവ് പ്രോപ്പർട്ടികളെ ചേഞ്ച് ചെയ്തിട്ട് അതിൽ കൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോയുടെ ഫേസ് ആംഗിളാണ് ഇവിടെ വ്യത്യാസപ്പെടുത്തുന്നത്. ഇതിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് IS എന്ന് വിളിക്കാം, ഇതിനെ IM എന്ന് വിളിക്കാം. ഇനി ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ വോൾട്ടേജ് റെഫറൻസ് V, ദെൻ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ കൂടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് IS. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഹൈലി റെസിസ്റ്റീവ് നേച്ചറാണ്. അതുകൊണ്ട് സം ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് വെരി ലോ ആംഗിൾ θS, ഒരു സ്മോൾ ആംഗിൾ ലാഗ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ കറണ്ട് ഉണ്ടാവുക. വെരി സ്മോൾ ആംഗിൾ ലാഗ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ കറണ്ട് ഉണ്ടാവുക. അതുപോലെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ കറണ്ട് IM എന്ന് പറയുന്നത് സെർട്ടൺ ലാർജ് ആംഗിൾ ലാഗ് ചെയ്തിട്ടായിരിക്കും. ഇത് IMൻ്റെ കറണ്ട് എന്ന് പറയുന്നത് 5M ആണെന്ന് കൺസിഡർ ചെയ്യുക. 5M ഒരു ലാർജ് ആംഗിൾ ലാഗ് ചെയ്തിട്ടുണ്ടോ. അതായത് XM എന്ന് പറയുന്നത് കമ്പയർ ടു XSനെ അപേക്ഷിച്ച് XM ലാർജ് ആയിട്ടായിരിക്കും കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ 2 കറണ്ടുകൾ ഉണ്ടായി, രണ്ടും തമ്മിൽ വ്യത്യസ്ത ഫേസ് ആംഗിളാണ്. ഇതിനെ നമുക്ക് ഡ്രോ ചെയ്യുകയാണെങ്കിൽ
ഇത് എ സി വോൾട്ടേജ് വി റെഫറൻസ്, തീറ്റ ഡിഗ്രി, തീറ്റ എസ് ഡിഗ്രി ലാഗ് ചെയ്തിട്ട് ഇത് ഐ എസ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എസ്. അതേപോലെ ഐ എം എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് 90 ആണ്, 90യിലും തൊട്ട് കുറവായിരിക്കും, ലെസ് ദാൻ 90 ആയിരിക്കും തീറ്റ എസിൻ്റെത്. ഈ ഭാഗം ഇത് തീറ്റ എസ്, ഇത്രയും ഭാഗം തീറ്റ എം. അപ്പോൾ ഇവിടെ രണ്ടും വ്യത്യസ്ത ഫേസുകൾ പോലെ ആക്ട് ചെയ്യും. ഒരു അൺബാലൻസ്ഡ് 2 ഫേസ് സപ്ലൈ ആയിട്ട് ഇതിപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ 4th ക്ലാസ്സിൽ പഠിച്ച പോലെ ഡിഫറൻറ്റ് ഫേസ് ആംഗിളുള്ള അല്ലെങ്കിൽ 2 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് കണ്ടു. ഇപ്പോൾ ഒരു അൺബാലൻസ്ഡ് 2 ഫേസ് സപ്ലൈ ഒരു സ്റ്റേറ്റർ 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കോയിലിലേക്ക് അറൗണ്ട് 90 ഡിഗ്രിയിൽ തൊട്ട് താഴെയുള്ള സ്ലൈറ്റ് ഡിഫറൻസിലുള്ള ഒരു രണ്ട് ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് എങ്ങനെ മെക്കാനിക്കൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ 4th ക്ലാസ്സിലും 3rd ക്ലാസ്സിലുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. ഇനി നമുക്കറിയാം ഈ ആംഗിൾ, അതായത് ഐ എസും ഐ എമ്മും തമ്മിലുള്ള ആംഗിൾ ബീറ്റയാണെന്ന് കരുതുക. ഈ ബീറ്റ, അതായത് മാക്സിമം ആംഗിൾ ഡിഫറൻസ്, മാക്സിമം ഉണ്ടാക്കാൻ കഴിയുന്ന ആംഗിൾ ഫേസ് ആംഗിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 ആണ്. ബീറ്റാൻ്റെ വാല്യൂ മാക്സിമം ആക്കിയാൽ മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാകും. അപ്പോൾ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റയാണ്, അതായത് ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് സൈൻ ബീറ്റ, ബീറ്റ 90 ആകുന്ന സമയത്ത് സൈൻ ബീറ്റ ഓ സൈൻ 90 ഈസ് ഈക്വൽ ടു 1. മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാകുന്നത് 90 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ടോർക്ക് കൂടും. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് തീറ്റ 5m മൈനസ് 5s ആണ്. ബീറ്റ എന്ന് പറയുന്നത് 5m മൈനസ് 5s ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്പിഡൻസ് റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് ഡയഗ്രാം വരയ്ക്കാം. നോക്കുക, ഇപ്പം മെയിൻ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് ഡയഗ്രാം നോക്കുക. റെസിസ്റ്റൻസ് ഇത് RM, RMന് പെർപെൻഡിക്കുലറായിട്ട് XM, ദിസ് ഈസ് ZM. RMൻ്റെയും XMൻ്റെയും വ്യക്തസമാണ് ZM, അതായത് ഈ വൈൻഡിങ്ങിൻ്റെ ഇമ്പിഡൻസ് ZM, ഈ ആംഗിൾ തീറ്റ. അതേപോലെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ ഇമ്പിഡൻസ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് RS, ഇത് XS, ഇത് ZS, ഇവിടെ തീറ്റ, ദിസ് ഈസ് തീറ്റ എസ്, ദിസ് ഈസ് തീറ്റ എം. ഓക്കെ, ഇനി നോക്കുക, തീറ്റ എമ്മിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് XM/RM അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് XM/RM എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷനാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്, ടാൻ ഇൻവേഴ്സ് XM/RM ആണ്. എന്ന് വെച്ചാൽ തീറ്റ എന്ന് പറയുന്നത് XM/RM എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷനാണ്. മൈനസ് ഇവിടെ XS ഡിവൈഡഡ് ബൈ RS എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷനാണ്. അതായത് 5m മൈനസ് 5sൻ്റെ വാല്യൂ ആണ് ബീറ്റ. അപ്പോൾ ബീറ്റയുടെ വാല്യൂ കൂടുതലാവണമെങ്കിൽ 5m കൂടുതലും 5s കുറവുമായിരിക്കണം. അതായത് XM/RM വെരി വെരി ഗ്രേറ്റർ ദാൻ XS ഡിവൈഡഡ് ബൈ RS ആവണം. അപ്പോൾ XM/RM കൂടുതലും XS/RS കുറവാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ കൂടും. അങ്ങനെ XM/RM കൂടണമെങ്കിൽ XMൻ്റെ വാല്യൂ കൂടണം, RMൻ്റെ വാല്യൂ കുറയണം. അതേപോലെ XS/RSൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആയിരിക്കണം. അതുകൊണ്ട് XSൻ്റെ വാല്യൂ കുറയണം, RSൻ്റെ വാല്യൂ കൂടണം. അപ്പോൾ ഈ ലോജിക്കിൽ നിന്നും XMൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് മെയിൻ വൈൻഡിങ് കൂടുതലായിരിക്കണം, റെസിസ്റ്റൻസ് കുറവായിരിക്കണം. മെയിൻ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അതേപോലെ
എക്സസ് ബൈ ആർ എസ് മിനിമം ആയിരിക്കണം. എക്സസ് ബൈ ആർ എസ് മിനിമം ആയിരിക്കണമെങ്കിൽ എക്സസ് കുറവായിരിക്കണം എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് കുറവായിരിക്കണം, ആർ എസ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം. അതായത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലും റിയാക്റ്റൻസ് കുറവുമായിരിക്കണം. റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഓർ മെയിൻ വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസ് കൂടുതലും റെസിസ്റ്റൻസ് കുറവുമായിരിക്കണം. ആ ഒരു പ്രിൻസിപ്പിളിൽ നിന്നാണ് ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് റിയാക്റ്റൻസ് വ്യത്യാസപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈ വാല്യൂ റിയാക്റ്റൻസ്, ലോ റെസിസ്റ്റൻസും ലോ റിയാക്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വൈൻഡിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് മെയിൻ വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെ വയ്ക്കാം. സ്റ്റേറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റർ കോറിൽ സ്ലോട്ട്സ് ഉണ്ടാവും. ആ സ്ലോട്ട്സിൽ ഇന്നർ സ്ലോട്ട്സിലും ഔട്ടർ സ്ലോട്ട്സിലുമായിട്ടായിരിക്കും വൈൻഡിങ് ഉണ്ടാവുക. അതിൽ ഇന്നർ സ്ലോട്ടിൽ മെയിൻ വൈൻഡിങ്ങും ഔട്ടർ സ്ലോട്ടിൽ റണ്ണിങ് വൈൻഡിങ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നർ സ്ലോട്ടിൽ മെയിൻ വൈൻഡിങ് കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ലീക്കേജ് റിയാക്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്നർ സ്ലോട്ട്സിലായിരിക്കും ഉണ്ടാവുക. ഇന്നർ സ്ലോട്ട്സിൽ കൂടുതൽ ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ എക്സമ്മിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അതേപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയ ഗേജ് കൂടിയ തിക്കായിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്യും. ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയ വയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയും. ഇനി സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി തിൻ വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. കമ്പയർ ടു റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ വയേഴ്സിനേക്കാൾ വളരെ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള വൈൻഡിങ് ആയിരിക്കും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഈ പറയുന്ന ലോജിക്കൽ ഐഡിയ പ്രകാരം സിംഗിൾ ഫേസ് സപ്ലൈയെ രണ്ട് കോയിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഡിഫറെൻറ്റ് ഫേസ് ആംഗിളിലായിരിക്കും. ഈ ഡിഫറെൻറ്റ് ഫേസ് ആംഗിൾ കൊണ്ടുണ്ടാകുന്ന സപ്ലൈ കൊണ്ടുണ്ടാകുന്ന കറണ്ടുകൾ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിഫറെൻറ്റ് ഫേസ് ആംഗിളായിരിക്കും. ഈ ഡിഫറെൻറ്റ് ഫേസ് ആംഗിളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇൻഡക്ഷൻ മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് അറൗണ്ട് 70-80% സ്പീഡാവുന്ന സമയത്ത് അതിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. ദെൻ നമ്മൾ 4th ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വൺസ് ഇത് ഇനിഷ്യലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സൈഡിലേക്കാണോ അതിൻ്റെ മെക്കാനിക്കൽ ടോർക്ക് കിട്ടുന്നത് ആ സൈഡിലേക്ക് റോട്ടർ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യും. ഈ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണ്. ത്രൂ ഔട്ട് ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് സപ്ലൈയിലുണ്ടെങ്കിൽ ഹീറ്റപ്പായി അത് ബേൺ ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നത്. ഈ ടൈപ്പ് മെഷീൻസ് വളരെ ലോ റേഞ്ച് കപ്പാസിറ്റിയാണ്. അറൗണ്ട് 1/20 HP മുതൽ ½ HP വരെയുള്ള ലോവർ റേഞ്ച് മോട്ടോഴ്സാണ് ജനറലി ഈ ക്ലാസ്സിൽ വരുന്നത്. ഫാന്, ബ്ലോവേഴ്സ്, അതേപോലെ റെഫ്രിജറേറ്റേഴ്സ്, ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റേഴ്സൊക്കെ അതിലൊക്കെ ഈ റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 55-65% ആണ് അതിൻ്റെ എഫിഷ്യൻസി. ഏതാണ്ട് 50-55% പവർ ഫാക്ടർ റേഞ്ചും 0.5-0.6 റേഞ്ച് പവർ ഫാക്ടറും വരുന്നുണ്ട്. ഇതാണ് റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.